ശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിട്ടുണ്ട്. സ്നേഹത്തിൻ്റെ നിറവായ കർത്താവെ, ഞാൻ അങ്ങേ ആരാധിച്ച് സൂക്ഷിച്ച് മാത്രപ്പെട്ട് അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ദിവസം മുഴുവനും നീ തന്ന കൃപകളെ ഓർത്ത് നന്ദി പറയുന്നു. ഉറങ്ങുന്നവനെ ഉണരുക, നിന്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു. നീ ജീവിച്ചിരിക്കുന്നവനെന്നാണ് നീ കരുതുന്നത്, എന്നാൽ നീ മൃതനാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മൃതരായിരിക്കാതെ ജീവനുള്ളവരായിട്ട് മാറുവാൻ, ഉറങ്ങിക്കഴിയാതെ ജീവൻ്റെ ഉറവിടമായിട്ട് മാറുവാൻ നിന്നെ കർത്താവ് വിളിക്കുന്നു. ഈ വിളി നമ്മൾ ഓരോരുത്തരും സക്യൂസിനെ പോലെ കേട്ടാൽ നമ്മുടെ ജീവിതം തന്നെ മാറുമെന്ന് സക്യൂസ് പഠിപ്പിക്കുക. ഒരാഗ്രഹം മാത്രമാണ് സക്യൂസിനെ പൂർണ്ണമായിട്ടും ദൈവത്തിന് വിട്ടുകൊടുക്കുവാനും ദൈവത്തെ സ്വന്തമാക്കുവാനും കഴിയുക. അതുമാത്രമല്ല, അവൻ്റെ കുടുംബം തന്നെ ദൈവത്തിൻ്റെ കുടുംബമായിട്ട് മാറും. ഇന്നീ കുടുംബം രക്ഷ പ്രാപിച്ചിരിക്കുന്നു, നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന യേശുവിൻ്റെ തിരുവചനമൊഴികൾ സക്യൂസിൻ്റെ ഭവനത്തിൽ വെച്ചാണ് ഇന്ന് പ്രത്യേകമായിട്ടും നമ്മെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ കരങ്ങളിൽ അവിടുത്തെ കൃപയും അനുഗ്രഹവും നമുക്ക് ഓരോ നിമിഷവും ലഭിക്കുവാൻ തക്കവിധം യോഗ്യതയോടുകൂടി ജീവിക്കുവാൻ നമ്മെ അനുഗ്രഹിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസത്തെ സമർപ്പിക്കാം. സക്യൂസിനെ പോലെ നമ്മുടെ ഫലങ്ങൾ രക്ഷയിലേക്ക് വരുവാൻ, നമ്മുടെ മനസ്സും ചിന്താഗതികളും മാറുവാൻ, മലിനപ്പെട്ടതിനെ ശുദ്ധമാക്കിക്കൊണ്ട് ദൈവകൃപാവരത്തിൻ്റെ നിറവിൽ ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ദിവസത്തെ സമർപ്പിക്കാം. യൂതന്മാരുടെ രാജാവായ നസ്രേക്കാനേശുവെ, പെട്ടെന്നുള്ള മനത്തപ്പടങ്ങളെ കാത്തുകൊള്ളണമേ. പ്രഭാതത്തിൽ എഴുന്നേറ്റ് അങ്ങ് മാറ്റപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. അങ്ങേക്ക് നഷ്ടപ്പെട്ട കുടുംബങ്ങളെ വീണ്ടെടുക്കുവാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് നഷ്ടപ്പെട്ട വ്യക്തികളെ വീണ്ടെടുക്കുവാൻ അവരുടെ മാനസാന്തരത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധിച്ച് ഞങ്ങളെ ഓരോരുത്തരെ അങ്ങ് സ്വീകരിച്ച് അനുഗ്രഹിക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.